ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാമത് വചനം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത് എന്നുള്ള വചനമാണ്. വിശുദ്ധ പത്രോസ് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അപമാനങ്ങളും ഒക്കെ കടന്നു വരാം. പക്ഷെ അങ്ങനെയുള്ളതായ ജീവിതയാത്രയിൽ ലജ്ജിച്ച് ക്ഷീണിച്ച് തളർന്നു പോകുന്നവരായിട്ടല്ല, ആത്മധൈര്യമുള്ളവരായി നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ മുൻപോട്ട് പോകണമെന്ന് പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. കഷ്ടങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അപൂർവമോ അസാധാരണമോ ആയ ഒരു സംഗതിയല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കഷ്ടത എത്ര കൂടുതലാണോ അത്ര തന്നെ കൂടുതലായിരിക്കും സന്തോഷവും തേജസ്സും എന്നുള്ള വസ്തുതയും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നുണ്ട്. മറ്റൊരു പദത്തിൽ പറയുന്നത്, കഷ്ടതകളിൽ ക്രിസ്തുവിൻ്റെ പങ്കാളി എന്ന നിലയിൽ ഒരു ക്രിസ്ത്യാനിക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. വീണ്ടും നാം നോക്കുകയാണെങ്കിൽ വരുവാനുള്ള തേജസ് മാത്രമല്ല, കഷ്ടത സഹിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവും ഒരു വിശ്വാസിയുടെ മേലുണ്ടെന്നുള്ള വസ്തുത ഓർക്കണം. ഒന്നുകൂടി ആ വാക്ക് വ്യക്തമാക്കിയാൽ, ദൈവത്തിൻ്റെ ആത്മനിയോഗമുള്ള മനുഷ്യന് കഷ്ടത ജീവിതത്തിലകത്തേക്ക് കടന്നു വരുമ്പോൾ അത് അസാധാരണമല്ലെന്നും അത് സന്തോഷിക്കാനുള്ള വകയാണെന്നും അതേറെ സന്തോഷത്തിലേക്ക് എന്നെ എത്തിക്കുമെന്നും നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുത്തുന്ന ആത്മസാന്നിധ്യം നമ്മുടെ മേൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ്. ക്രിസ്തീയ കഷ്ടതയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരുവചനം പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതായ വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തെന്നെ അനുഗമിക്കണമെന്നാണ്. കഷ്ടതയെ നാം അനുഗമിക്കുമ്പോൾ, കഷ്ടതയെ നാം ചുമക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ നടുവിൽ ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല, ലജ്ഞിച്ചു പോകുന്നവരായിട്ടല്ല, നാം ധൈര്യത്തോടെ ഇതിനെല്ലാം പ്രതിഫലം ലഭിക്കുന്നതും ഇതെല്ലാം നേരോടെ വിധിക്കുന്നതുമായൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യതയിൽ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയട്ടെ. അത് നമ്മെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളായി തീരട്ടെ. അതിനുവേണ്ടി ഓർക്കാം, അതിനുവേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് നിരവധി കഷ്ടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാം. അവിടെ ക്ഷീണിച്ചു പോകുന്നവരായി ഞങ്ങൾ തീരാതെ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് മുൻപേ അനുഭവിച്ച കഷ്ടതയുടെ ഒരു ഭാഗം മാത്രമാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്നോർത്ത്
ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനും വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് പ്രതിഫലം വിഭജിക്കുന്ന നാളിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കൊരു പ്രതിഫലമുണ്ടെന്നോർത്തും എൻ്റെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അതിനൊരുക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.